നമസ്കാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറുമായി ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കി ADGP MR അജിത് കുമാറിന്റെ മൊഴി. തന്റെ ബാല്യകാല സുഹൃത്തായ മുജീബിനൊപ്പം പട്ടത്തുള്ള നജീബിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. അൻവറിന്റെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചയെന്നാണ് വിജിലൻസിന് അജിത് കുമാർ നൽകിയ മൊഴി. ഇതിന്റെ പകർപ്പാണ് പുറത്തു വന്നത്. പോലീസിലെ ഗൂഢാലോചനയാണ് തനിക്കെതിരായ ആരോപണമെന്നാണ് അജിത് കുമാർ പറയുന്നത്. അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഈ മൊഴിയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുവെന്നതിന് തെളിവാണ് ഈ മൊഴി. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്ന് അജിത് കുമാർ മൊഴിയിൽ വിശദീകരിക്കുന്നു. വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നാണെന്നും അന്വേഷണം നടത്തണമെന്നും അജിത് കുമാർ ആവശ്യപ്പെടുന്നു. വിജിലൻസ് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ നൽകിയ മൊഴിപ്പകർപ്പ് ഞെട്ടിക്കുന്നതാണ്. വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണ്. ഫ്ളാറ്റ് മറിച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും PV അൻവറിന് വഴങ്ങാത്തതാണ് ആരോപണത്തിന് കാരണമെന്നും അജിത് കുമാർ മൊഴി നൽകി. PV അൻവറുമായി സംസാരിച്ചിരുന്നുവെന്നും കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും MR അജിത് കുമാർ പറയുന്നു. സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടെന്നും ADGPയുടെ മൊഴിയിലുണ്ട്. മുൻ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം. PV അൻവറുമായി സംസാരിച്ചിരുന്നുവെന്നും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടിയായ വിജിലൻസ് കോടതി തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസന്ധിയാണ്. ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. രൂക്ഷമായ വിമർശനങ്ങളും കോടതി നടത്തി. ഇത് സർക്കാരിനും വിജിലൻസിനും തിരിച്ചടിയാണ്. സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത്. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ നടപടി. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് പ്രത്യേക വിജിലൻസ് കോടതി അന്വേഷണ റിപ്പോർട്ട് തള്ളിയത് എന്നതും ശ്രദ്ധേയമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ച വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്വജനപക്ഷപാതമുണ്ടായി എന്ന സൂചനകളും ഇതിലുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഈ ഉത്തരവ് പ്രതിപക്ഷം ആയുധമാക്കും. വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത്. എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നതെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കി. ഇതെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പരാമർശമായിട്ടാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരോ CPM നേതാക്കളോ പ്രതികരിക്കില്ല. അതിനിടെ കേസിൽ അപ്പീൽ സാധ്യതയും സർക്കാർ പരിശോധിക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല. ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവണം, അല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്ന് കോടതി പറഞ്ഞു. ഓഫീസറെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്രീയ ഭരണ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ? ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. നീതിയുക്തമായ അന്വേഷണമാണിതെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. നടപടിക്രമങ്ങൾ നിയമവിധേയമായി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുകയുമാണ്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിന്ദിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനും അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളിൽ ലംഘിച്ചിരിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വകകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച സ്വത്ത് വകകൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സത്യം പുറത്തു കൊണ്ടുവരേണ്ടതിന് പകരം ഓഫീസറെ രക്ഷിക്കാനായി അന്വേഷണം വളച്ചൊടിച്ചു. ഈ സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്നാണ് കരുതുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി.